ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ദാരിദ്ര്യവും അസമത്വവുമാണ്. ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് ഐക്യദാർഢ്യം. ഓരോ വർഷവും ഡിസംബർ 20 ആചരിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യ ഐക്യദാർഢ്യ ദിനം. ഐക്യദാർഢ്യം എന്ന വാക്കിന്റെ അർത്ഥം കേവലം ഒരു സഹായം എന്നതിലുപരി മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമായി കണ്ട് അവരോടൊപ്പം നിലനിൽക്കുന്നതിനെയാണ് ഐക്യദാർഢ്യം എന്ന് വിളിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അഥവാ UN-ന്റെ മില്ലേനിയം പ്രഖ്യാപനത്തിൽ പറയുന്നതനുസരിച്ച് 21-ാം നൂറ്റാണ്ടിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അടിസ്ഥാനശിലയാണ് ഐക്യദാർഢ്യം. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളവർ തയ്യാറാകണം എന്ന മാനവിക മൂല്യമാണിത് ഉയർത്തിപ്പിടിക്കുന്നത്. ഈ ദിനാചരണത്തിന് പിന്നിൽ ശക്തമായ ഒരു ചരിത്രമുണ്ട്. 2002 ഡിസംബർ 20 ഐക്യരാഷ്ട്രസഭ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഒരു ലോക ഐക്യദാർഢ്യ നിധി അഥവാ വേൾഡ് സോളിഡാരിറ്റി ഫണ്ട് രൂപീകരിച്ചു. വികസ്വര രാജ്യങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും അവിടുത്തെ സാമൂഹികവും മാനസികവുമായ വികസനം ഉറപ്പാക്കുന്നതിനുമായിരുന്നു ഈ നിധി. ഇതിന്റെ സ്മരണക്കായി 2005 ഡിസംബർ 22 ചേർന്ന UN ജനറൽ അസംബ്ലി എല്ലാ വർഷവും ഡിസംബർ 20 അന്താരാഷ്ട്ര മനുഷ്യ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. 2006 മുതലാണ് ഇത് ലോകവ്യാപകമായി ആചരിച്ചു തുടങ്ങിയത്. 4 പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ ദിനാചരണത്തിനുള്ളത്. ഒന്ന്, നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഐക്യം ആഘോഷിക്കുക എന്നതാണ്. ഐക്യദാർഢ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക. അന്താരാഷ്ട്ര കരാറുകളിൽ സർക്കാരുകൾ നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഓർമ്മിപ്പിക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള പുതിയ ചർച്ചകൾക്കും പദ്ധതികൾക്കും വേദിയൊരുക്കുക എന്നതാണ്. ചുരുക്കത്തിൽ വെറും ഒരു ആഘോഷം എന്നതിലുപരി ഇതൊരു കർമ്മ പദ്ധതിയാണ്. നിലവിൽ 2005 എത്തി നിൽക്കുമ്പോൾ ലോക യുദ്ധങ്ങൾ, കാലാവസ്ഥ വ്യതിയാനം, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയാൽ കലുഷിതമാണ്. ഈ സാഹചര്യത്തിൽ 2025 ഐക്യദാർഢ്യ ദിനം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും പ്രത്യേകിച്ച് ലോകത്തിലെ പട്ടിണി മാറ്റുന്നതിനും ഐക്യദാർഢ്യം അത്യന്താപേക്ഷിതമാണ്. 2025 പ്രസക്തമായ ചർച്ചകൾ പ്രധാനമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എങ്ങനെ ലോകത്തെ ഒന്നിപ്പിക്കാൻ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും ഭിന്നശേഷിക്കാർക്കും അഭയാർത്ഥികൾക്കും നൽകേണ്ട തുല്യനീതിയെക്കുറിച്ചും ഊന്നൽ നൽകുന്നു എന്നാണ്. ഈ ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ലോക ഐക്യദാർഢ്യ നിധി. UN വികസന പരിപാടിയുടെ കീഴിലുള്ള ഒരു ട്രസ്റ്റ് ഫണ്ടാണിത്. സമ്പന്ന രാജ്യങ്ങളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട മേഖലകളിൽ കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. നിലവിൽ വികസ്വര രാജ്യങ്ങളിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് ഈ നിധി വലിയ പിന്തുണയാണ് നൽകുന്നത്. ഈ ദിനം വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരെ, നിർധനരെ സഹായിക്കുക, വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക, കാലാവസ്ഥ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നിവയെല്ലാം വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്. സർക്കാരുകൾ അവരുടെ നയങ്ങളിൽ പാവപ്പെട്ടവരെ പരിഗണിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാനും പൗരന്മാരെന്ന നിലയിൽ നമുക്ക് അവകാശമുണ്ട്. ലോകം ഒരു ചെറിയ ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റൊരാളുടെ കണ്ണുനീർ നമ്മളെ കൂടി വേദനിപ്പിക്കണം. അന്താരാഷ്ട്ര മനുഷ്യ ഐക്യദാർഢ്യ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ആ തത്വമാണ്. നമ്മൾ എല്ലാവരും ഒരേ മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും നമ്മുടെ ഭാവി പരസ്പരം ബന്ധിക്കപ്പെട്ടതാണെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമേ യഥാർത്ഥ ഐക്യം സാധ്യമാകൂ.